പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു. പ്രിയരെ, ഇതിനു മുമ്പെയുള്ള ഭാഗത്ത് പറഞ്ഞ് വെച്ച കാര്യം വിതിരോദ്ധവ സമാഗമം ആണ്. ഭഗവാൻ ഈ ലോകം വിട്ടു പോയതായ സമയത്ത് ഉദ്ധവൻ ഭഗവാനെ കണ്ടപ്പോൾ എപ്രകാരം ഭഗവാൻ ഇല്ലാത്തൊരു സംഗതിയെ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, ഇല്ലാത്ത സംഗതി എങ്ങനെ സമാധാനിക്കാൻ പറ്റും, ഇല്ലാത്ത സംഗതി നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല ഉദ്ധവൻ. അപ്പം അതിനെന്താണ് മാർഗം? അതിനുവേണ്ടിയാണ് വിസ്തരിച്ചിട്ടുള്ള ഉപദേശം. 28 വിഷയങ്ങളാണ് കൊടുത്തത്. അപ്പോൾ ആ വക വിഷയങ്ങളെക്കുറിച്ച് ഉദ്ധവൻ വിതുരനോട് പറഞ്ഞില്ല. പക്ഷേ മൈത്രേയ മഹർഷിയോട് ചോദിക്കാൻ പറഞ്ഞങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വിതുരൻ ചില കുശല പ്രശ്നങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ദ്വാരകയിലുള്ളവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആ ദ്വാരകയിലുള്ള കാര്യങ്ങൾ കേൾക്കണം ഉദ്ധവ. അത് കേൾക്കാനല്ലേ നമുക്ക് ചെവി തന്നിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ വർത്തമാനങ്ങൾ എന്നൊക്കെ ഒന്ന് എന്നോട് വിസ്തരിച്ചിട്ട് പറയുമോ? വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ഭഗവാനോടുള്ളതായ ആ സാമീപ്യം കൊണ്ട് വളരെയധികം ആരാധ്യനായ ഉദ്ധവ, അങ്ങേക്കുള്ള പ്രത്യേകത എന്താ? ഭഗവാന്റെ കൂടെ നടക്കുക, ഇരിക്കുക, ഭഗവാന്റെ സംഭാഷണങ്ങൾ കേൾക്കുക. ഇത് തന്നെയല്ലേ അങ്ങേ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാന്യനും പൂജ്യനും ആക്കിയത്? തീർത്ഥകീർത്തേ. അതുപോലെ ആ ഭഗവാൻ ഈ ലോകം മുഴുവനെ കീർത്തി പരത്തിയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ആ ഭഗവാന്റെ ലോകം മുഴുവനും നിറഞ്ഞതായിട്ടുള്ള കീർത്തികൾ, ആ ഭഗവാനെക്കുറിച്ച് എനിക്ക് കേൾക്കണം. എല്ലാം അങ്ങ് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഉദ്ധവൻ വല്ലാതെ ഒരു കുട്ടി കരയണ പോലെ കരഞ്ഞിട്ടാണ് ഭഗവാന്റെ തിരോധാന വൃത്താന്തം അറിയിക്കുന്നത്. എന്താണത്? പ്രതിഭക്തം ന ചോത്സേക ഉത്കണ്ഠ്യാ സ്മാരിതേശ്വര. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മനസ്സിലങ്ങനെ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് യാതൊന്നും കുറച്ച് നേരത്തേക്ക് പറയാൻ തന്നെ ശക്തനായില്ല എന്ന് പറയുകയാണ്. എന്താ കാരണം? എപ്പഞ്ചകായനോ മാത്ര പ്രാതരാശായ യാചിത. 5 വയസ്സായ സമയത്ത് ഉദ്ധവനെ കുട്ടി അമ്മ വിളിക്കും, കുട്ടി ഭക്ഷണം കഴിക്കണ്ടേ? പ്രാതരാശായ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ പൂജ കഴിഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണായ നമഃ കമലാനാഥായ നമഃ വാസുദേവായ നമഃ നാഥനായ നമഃ എന്ന് പറഞ്ഞ കൃഷ്ണനെ പൂജിക്കുമ്പോൾ ഭക്ഷണം പോലും മറന്ന് ദേഹധർമ്മങ്ങളെ വിട്ട് കൃഷ്ണനെ പൂജിച്ച ആളാണ് ഈ ഉദ്ധവനെ. കൃഷ്ണൻ കൃഷ്ണൻ എന്ന് കേട്ടാൽ പിന്നെ തന്നെ മറന്നു, തൻ്റെ ശരീരത്തെ മറന്നു, ലോകത്തെ മറന്നു, സർവം മറന്നു. അങ്ങനത്തെ ഉദ്ധവൻ ഭഗവാന്റെ ആ തിരോധാനത്തെ എങ്ങനെയാ മറ്റൊരാളോട് അനായാസേന പറഞ്ഞു കൊടുക്കുക? വിഷമമില്ലാണ്ട് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. വളരെ വിഷമത്തോട് കൂടിയിട്ട് മാത്രമേ അതിനെ മറ്റൊരാൾക്ക് അറിയിക്കാൻ. ഇഷ്ടപ്പെട്ട ഒരാളുടെ വിയോഗം നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് പറയുമോ വേറൊരാളോട്? ഇല്ലേ? പറയാൻ കിട്ടാതെ, വാക്കുകൾ കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടല്ലേ പറയുക. 2 കണ്ണും അങ്ങനെ തുടച്ചിട്ട് വീരൻ ഉദ്ധവൻ പറയുകയാണ്, കൃഷ്ണമണി നിംളോ ജേ ഗീഷ്ണേഷജകരേണക. വിതുര, ഈ പ്രപഞ്ചം മുഴുവനെ പ്രകാശത്തെ പരത്തിക്കൊണ്ട്, സന്തോഷത്തെ പരത്തിക്കൊണ്ട്, ആനന്ദത്തെ പരത്തിക്കൊണ്ട്, സന്തോഷമുള്ളവരുടെ ഉണ്മയും എല്ലാം ആയതായിരിക്കുന്ന ഭഗവാൻ ഈ ലോകം എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോയി എന്ന് പറയുകയാണ്. ദുർഭഗോപത ലോകോയം നിതവോ നിതരാമപി. എനിക്കിനി ലോകം മതിയായി, ഈ ലോകം എനിക്കിനി കാണണം എന്നില്ല. അത്രയധികം സങ്കടം എനിക്കുണ്ടായി. ഭഗവാന്റെ കൂടെ നടന്ന് ഭക്ഷണം കഴിക്കുക, ഭഗവാന്റെ കൂടെ സംഭാഷണം ചെയ്യുക, ഇരിക്കുക, തമാശ പറയുക, എല്ലാം ചെയ്ത് സന്തോഷത്തിൽ ആറാടി കഴിയുന്ന ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കഴിച്ചു കൂട്ടേണ്ടത് നിശ്ചയില്ലാതിരിക്കുകയാണ്. കാരണം ആ ഭഗവാൻ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോയി. ദേവസ്യമായ സ്പിട്ട ഏജാന്യ അസദാശ്രിത ഭ്രാമ്യതേ തീർണതത്വാക്യേ
ആത്മന ആത്മനോഹരോ. ആ ഭഗവാൻ തൻ്റെ മായയിൽ ഭ്രമിപ്പിച്ചിട്ട് ആ യാദവന്മാർക്ക് പോലും തന്നെ മനസ്സിലാക്കാനുള്ള അവസരം കൊടുത്തില്ല. ഇതാണ് ഏറ്റവും കഷ്ടം. ആരും തന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയില്ല. പറയുകയാണ്, എന്മർത്യലീലോപൈകം സയോഗമായ ബലം ദർശയതാഗൃഹീതം വിസ്മാപനം സ്വസ്ഥജസോപകർദ്ദേ പരം പദം ഭൂഷണഭൂഷണാംഗം. ഭാഗവതത്തിലത്തെ ഓരോ ഉപമയുടെ പ്രത്യേകതയാണത്. ഇതും വേറെ എവിടെയും കാണില്ല കേട്ടോ. ആഭരണങ്ങൾക്ക് ആഭരണമായിരുന്നു ഭഗവാന്റെ കയ്യ്. ഏതോ കവി പാടി, പണ്ടങ്ങളെ നിങ്ങൾ അഹങ്കരിക്ക വേണ്ട എൻ്റെ കണ്ണൻ്റെ എന്ന് പറഞ്ഞിട്ട് ചങ്ങലയ്ക്കും ഭഗവാന്റെ കഴുത്ത് കിടക്കണ ആഭരണങ്ങൾക്കൊക്കെ ഒരഹങ്കാരമാണ്. ഞങ്ങളിപ്പോൾ എവിടെ കിടക്കണമെന്നറിയോ? ശ്രീകൃഷ്ണൻ്റെ കഴുത്തിലാണ്. നിങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ നമ്മളെ കളിയാക്കും. പക്ഷേ ഒട്ടൂരാണ് പറയണം, നിങ്ങളങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. ശരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വിഷമ ചെയ്യണം. നിങ്ങൾക്കൊന്നും കൃഷ്ണൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കൃഷ്ണൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഭംഗി വർദ്ധിക്കും കൃഷ്ണൻ്റെ കഴുത്തിൽ പോയിട്ട് വീണ. അല്ലാതെ നിങ്ങൾക്കുണ്ടോ കൃഷ്ണനെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കണം? സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന കൃഷ്ണനെ നിങ്ങൾ ഒട്ടും വർദ്ധിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഒന്നഭിമാനിക്കാം, എന്ത്? കൃഷ്ണൻ്റെ കഴുത്തിൽ കിടന്നിട്ട് നിങ്ങളുടെ തിളക്കം കൂടുന്നുണ്ട്. ഇതാണ് ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രത്യേകത ഇല്ലേ? വളഞ്ഞാൽ വളം ഒന്നും കൂടിയാണ് പ്രകാശിക്കും. മാല ധരിച്ചു കഴിഞ്ഞാൽ മാല ഒന്നും കൂടിയാണ് പ്രകാശിക്കും. കിരീടം ധരിച്ചാൽ കിരീടം ഒന്നും കൂടിയാണ് പ്രകാശിക്കും. കൃഷ്ണൻ്റെ ശരീരത്തോടു കൂടി സ്പർശം വരുമ്പോൾ ആ ആഭരണങ്ങൾ 10 മടങ്ങ് തിളങ്ങണത് കാണാം. അല്ലാണ്ട് കൃഷ്ണൻ അതുകൊണ്ട് ഒരു തേജസ്. നമ്മളൊക്കെ ചങ്ങലയും മോതിരവും വളയൊക്കെ അണിയണം എന്തിനാ? 4 ആൾ നോക്കട്ടെ അല്ലേ? നമുക്ക് ലേശം ഭംഗി ഉണ്ടാവുമോ? നോക്കട്ടെ വെച്ചിട്ടാണ്. പക്ഷേ ഭഗവാന് ഒരാവശ്യമില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഈ ആഭരണങ്ങളൊന്നും കൂടിയാണ് തിളങ്ങണതാണ്. അതാണ് ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രത്യേകത. ആ ശരീരമാണ് ഭഗവാൻ ഇവിടുന്ന് ഉപേക്ഷിച്ചത്. അതേപോലെ തന്നെ ധർമ്മപുത്രയുടെ രാജസൂയത്തിൽ ആ കൃഷ്ണൻ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എല്ലാ ദേവന്മാരും ഇങ്ങനെ നോക്കി കണ്ണെടുക്കാണ്ട് അന്തം വിട്ടു എന്ന് പറയുകയാണ്. ഈ മാതിരി ഒരു തേജസ്വിയായിട്ടുള്ളൊരു രൂപം ഈ ലോകത്തിൽ 3 ലോകത്തിലും അവർ കണ്ടിട്ട് തന്നെ ഇല്ല. ആ മാതിരി തേജസ്സോട് കൂടിയിട്ടാണ് അത്ര ശ്രീകൃഷ്ണൻ ധർമ്മപുത്രയുടെ പാദപ്രക്ഷാളനം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ആ സിംഹാസനത്തിലിരുന്നത്. എന്തായിരുന്നു ആ ഭാവം? അത് ഏത് വാക്കുകൊണ്ടാണ് വർണ്ണിക്കുക? ധർമ്മപുത്രരെ, നിങ്ങൾ ആ കർമ്മം ചെയ്യണതിൽ വ്യാപൃതരായതുകൊണ്ട് നിങ്ങൾക്കും കൂടി ആ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് സംശയം. പക്ഷേ കാണുന്നവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായും ഇതുപോലെ സുന്ദരമായിട്ടൊരു രൂപം ഈ 3 ലോകത്തിലും ഇല്ല. എന്നിട്ട് തന്നെയല്ലേ വ്രജസ്ത്രീയോ അനുപ്രവൃത്ത. ആ ഗോപസ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിൽ പോലും കില കൃത്യശേഷ വിട്ടുനിന്നു. അതൊന്നും ചെയ്യാൻ അവർക്ക് കൈയും വരുന്നില്ല, കാലും വരുന്നില്ല. അങ്ങനെയാണ് ഈ ഭാഗവതമൊക്കെ വായിച്ച് നോക്കിയാൽ ചിലപ്പോൾ ആൾക്കാർ സിഗ്നൽ തരും, സമയം 1 മണിയായിട്ടോ, നിങ്ങൾ എവിടേക്കാണ് പോയി കൊണ്ടുപോകണം. ഇവിടെ ആൾക്കാർ ഊണയൊക്കെ ആയിരിക്കുന്നുണ്ട്, നമ്മൾ അലാറൊന്നും വെച്ചിട്ടുണ്ടാവില്ലേ. പക്ഷെ ഭഗവാന്റെ കഥയിലേക്കാണ്ട് ലയിച്ചാണ്ടോ നേരം പോണത്. വിശപ്പ് അറിയണു, പരീക്ഷത്തും കൂടി വിശപ്പ് അറിയണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിർത്തണ്ട, വിശപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിർത്തണ്ട. ഭഗവാന്റെ കഥയുടെ ഒരു പ്രത്യേകതയാണ്. പറയാനാണ് തുടങ്ങിയ സമയവും ഉണ്ടാവില്ല, ദേഹവും ഉണ്ടാവില്ല, പരിസരവും ഉണ്ടാവില്ല. പിന്നെ അതിലങ്ങനെ ലയിച്ച് നമ്മുടെ ദേഹത്തെയും മറന്ന് ആ ഗോപസ്ത്രീകൾ ചോറ് വയ്ക്കുക, കൂട്ടാൻ വയ്ക്കുക എന്നുള്ള കാര്യങ്ങളിൽ പോലും അവർ തൽപരരായില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഉദ്ധവൻ പറയണം, മാം കേതയത്തെ അചസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ പ്രചേച വാസോരിഭയാദിവസ്വയം പുരാത്മവാസി യദനന്തവീര്യ. ആ ഭഗവാൻ ശത്രുക്കളെ പേടിച്ചിട്ട് എന്ന പോലെ ചിലപ്പോൾ ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. എന്തിനാണാവോ രാസന്ധനെ പേടിച്ചിട്ട് ദ്വാരകയിൽ അഭയം പ്രാപിച്ച കംസാദുരുശങ്കിതാനാം, കംസനെ പേടിച്ചിട്ട് എന്ന പോലെ ചിലപ്പോൾ ഗോകുലത്തിൽ വരെ അങ്ങനെയൊക്കെ ചിലതുണ്ടായി. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഭഗവാന്റെ പ്രവൃത്തികളുടെ അർത്ഥം മനസ്സിലാവണില്ല. വിതുര പഴയതിങ്ങനെ റിക്കളക്ട് ചെയ്യാന്ന് പറയില്ലേ, ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓരോന്നായിട്ട് മനസ്സിലാലോചിക്കുകയാണ്. നിങ്ങളുടെ രാജസൂയത്തിൽ ആ ഭഗവാൻ തിളങ്ങിയ തിളക്കം
നിങ്ങൾ കൂടി അറിഞ്ഞിട്ടില്ലേ? ധർമ്മതൂനോർബദ രാജ്യസൂയേ ചേദ്യസ്യ കൃഷ്ണം ദിശതോപി സിദ്ധി. എന്തൊരു തേജസ്സോട് കൂടിയിട്ടാണ് ശിശുപാലന് മോക്ഷം കൊടുക്കടക്കം അതിലുണ്ടായി. നേത്രേപ്പി ബണ്ടോ നയനാഭിരാമം പാർത്ഥാർത്ഥഭൂതാപദമാപുരസ്യ. ആ യുദ്ധക്കളത്തിൽ കൃഷ്ണൻ നിന്നപ്പോൾ കൃഷ്ണനെ കണ്ട് യുദ്ധം ചെയ്ത് മരിച്ചവരൊക്കെ മോക്ഷം നേടി. കൗരവർക്കും കിട്ടി ഇത്രയും മോക്ഷം. അവർക്ക് ആദ്യം കിട്ടിയത് കാരണം കൃഷ്ണൻ്റെ മുഖം കാണാൻ അവർക്ക് സാധിച്ചത്. നേരത്തെ ഒരിക്കലും പറയുണ്ടായി. പാണ്ഡവന്മാർക്ക് പിന്നീട് കിട്ടി. അവർ പിന്നിൽ നിന്നിട്ട് പിന്നെ കൃഷ്ണൻ്റെ പിൻഭാഗല്ലേ കണ്ടത്. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ ഭഗവാൻ ശോഭിച്ച യുദ്ധം ചെയ്തതുകൊണ്ട് കൃഷ്ണനെ കണ്ടവർക്കെല്ലാം മോക്ഷം കിട്ടി. അതൊരു മഹാത്ഭുതമല്ലേ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല എത്ര 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 ആൾക്കാരാണ് ഭഗവാന്റെ തൃപ്പാദത്തിൽ കിരീടം മുട്ടത്തക്ക വിധത്തിൽ നമസ്കരിച്ചത്. ആ ധർമ്മപുത്രയുടെ രാജസൂയം ഇത്രയധികം വിജയിക്കാൻ കാരണം കൃഷ്ണൻ അവിടെ സന്നിഹിതനായതുകൊണ്ടാണ്. അല്ലാണ്ട് ധർമ്മപുത്രയുടെ കഴിവൊന്നുമല്ല മുഴുവൻ. ധർമ്മപുത്രയേക്കാൾ കഴിവുള്ള ചക്രവർത്തിമാരൊക്കെ അന്നുണ്ട്. പക്ഷെ ഒരു ബുദ്ധി ധർമ്മപുത്രർ ചെയ്തു. കൃഷ്ണനെ രക്ഷാധികാരിയാക്കി അഗ്രപൂജയ്ക്ക് നിശ്ചയിച്ചു. അത് സർവ്വവിജയത്തിനും കാരണമാവുകയും ചെയ്തു. ഉദ്ധവൻ പറയണം, അഹോപഗീയം സ്തനകാളകൂടം ജിഗാംസയാ പായതപ്യസാധി. ദുഷ്ടയായിരിക്കുന്ന ഉലൂകിയായിരിക്കുന്ന പൂതന വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി അല്ലേ? വിഷം കലർന്നതായിട്ടുള്ള മുലപ്പാൽ കൊടുത്ത് മലയിൽ വിഷം തേച്ചിട്ട് കൊടുത്ത് കൊല്ലാൻ നോക്കിയ ദുഷ്ടത്തിക്കും കൂടി മോക്ഷമല്ലേ ഭഗവാൻ കൊടുത്തത്? പൂതനാമോക്ഷോ നാമ പൂതനാമോക്ഷ ഏതത് പൂതനാമോക്ഷം കൃഷ്ണാത്മകം അത്ഭുതം. കൃഷ്ണൻ്റെ പൂതനാമോക്ഷമാകുന്ന അത്ഭുതലീല കേൾക്കുന്നവർക്കും കൂടി മോക്ഷം കിട്ടും. പിന്നെ പൂതനയ്ക്ക് മോക്ഷം കിട്ടിയെന്ന് പറയാനുണ്ടോ? ദുഷ്ടയ്ക്ക് ആരെങ്കിലും മോക്ഷം കൊടുക്കുമോ? വിതുര ആലോചിച്ച് നോക്കൂ. ഇത്ര വലിയൊരു ദുഷ്ടപ്രവൃത്തി വിഷം കൊടുത്ത് കൃഷ്ണനെ കൊല്ലാൻ നോക്കുക. വേറെ ഉണ്ടോ അങ്ങനത്തെ ഒരു ദുഷ്ടപ്രവൃത്തി? വേറെ ഉണ്ടാവുമോ? പക്ഷെ ആ പൂതനയ്ക്ക് എന്തേ കൊടുത്തത്? മോക്ഷമാണ് കൊടുത്തത്. അപ്പോൾ ഭഗവാന്റെ ആ കാരുണ്യം ഇനി ആരെയാ നമ്മൾ അതുപോലൊരാളെ ശരണം പ്രാപിക്കാനായിട്ട് ഈ ലോകത്തിലുണ്ടാവുമോ? തോന്നണില്ല. ഇത്രയും കാരുണ്യം ദുഷ്ടന്മാരോട് പോലും കാണിച്ചതായിട്ടുള്ള ഭഗവാന് തുല്യം വയ്ക്കാൻ ഇനി ഈ ലോകത്തിൽ ആരും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അതാ 2-3 അധ്യായങ്ങളൊക്കെ സംഗ്രഹമാണ് കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. കൃഷ്ണലീലകളൊക്കെ ഇനി വിസ്തരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോന്ന് ചൊല്ലി പറയാൻ തുടങ്ങിയാൽ കുറേ പിടിക്കും സമയം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സംഗ്രഹിക്കുകയാണ്. മധുരയിൽ ജനിച്ചു. വസുദേവരെ ഗോകുലത്തിലേക്ക് മാറ്റി കിടത്തി. അവിടെ ബാലലീലകളെ ബോധനാമോക്ഷാദികളൊക്കെ അനുഷ്ഠിച്ചൊക്കെ ചെയ്തു. അതിനുശേഷം ഗോവർത്തനോദ്ധാരണം നടത്തി. വൃന്ദാവന ലീലകളൊക്കെ നടത്തി. രാസക്രീഡയിൽ കൂടിയിട്ട് ഗോപികളെ അനുഗ്രഹിച്ചു. മധുരയിൽ കംസവധത്തിനായിട്ട് വന്നു. അമ്മാവനായിട്ടുള്ള കംസനെ വധിച്ചു. അനവധി ദുഷ്ടരാജാക്കന്മാരെ ജരാസന്ധാദികളെ കൂടി അടക്കം യുദ്ധം ചെയ്ത് വധിച്ച് രുക്മിണിയെ വിവാഹവും കഴിച്ചു. അങ്ങനെ ലീലകളെല്ലാം നടത്തി ഒടുവിൽ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ ഉപസംഹരിക്കാൻ വേണ്ടി ഉള്ള പുറപ്പാടായി. യാദവവംശം മുഴുവനെ മദ്യം കഴിച്ച് പരസ്പരം കലഹത്തിലേർപ്പെട്ടു. കലി വന്നാൽ ഈ മദ്യം കഴിച്ചാൽ പിന്നെ കലിക്ക് വല്ല വിഷമമുണ്ടോ? ഭയം ശോകം ഒക്കെ ഇല്ലാണ്ടേക്കില്ലേ അതകത്ത് ചെന്നാൽ? ചിലർ പറഞ്ഞു പേടിയാവണു സമുദ്രത്തിൻ്റെ എരപ്പം കേട്ടിട്ട്. ചിലർ പറഞ്ഞു വിശക്കണു. ചിലർ പറഞ്ഞു തണുക്കണു. വേറൊരാൾ പറഞ്ഞു ഇതൊക്കെ ഇല്ലാണ്ടേക്കുന്നൊരു സാധനം ഉണ്ട്. ഇന്ന് കുപ്പിയിലാണ് വരിക. പണ്ട് കുടം കണക്കിനാവുന്ന അതിലും ഭാഗവത മുമ്പിൽ കേട്ടോ. നമ്മൾ കുടത്തിലിപ്പോൾ മദ്യം കഴിക്കലില്ലേ, കുപ്പിയിലേ കഴിക്കലുള്ളൂ, ഗ്ലാസ്സിലും. അടുത്ത കുടക്കണക്കിന് വന്നു കുടമായിട്ട് എന്നാണ്. അടിച്ചു പിട്ടിച്ചു. ഗംഭീരമായിട്ടുള്ള കലഹമുണ്ടായി. യാദവന്മാർ തമ്മിൽ അടിച്ച് താൻ സൃഷ്ടിച്ചതായ യാദവകുലത്തെ താൻ തന്നെ കലഹരൂപേണ നശിപ്പിച്ച് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ പോയിട്ട് പ്രധാനപ്പെട്ട തത്വോപദേശങ്ങളൊക്കെ എനിക്ക് തന്നത്. പോവരുതെന്ന് പറഞ്ഞു നോക്കി, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നോക്കി, അതൊന്നും ഭഗവാൻ കേട്ടില്ല. അങ്ങനെ വിലപ്പെട്ടതായിട്ട് 28 വിഷയങ്ങൾ, ശ്രുതിഗീതയിൽ പറയുന്ന 28 ശ്ലോകങ്ങൾ ആണ് 28 വിഷയങ്ങളാക്കിയിട്ട് ഏകാദശത്തിൽ പറയണത് എന്നാണ്. ആ തത്വങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു എന്നിങ്ങനെ പറഞ്ഞ് വിതുരൻ അതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയ്യോ അതിപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ പിന്നീട് ഒരിക്കലും പറയാം എന്നും പറഞ്ഞ് കൃഷ്ണൻ്റെ ലീലകളെ മുഴുവനും ഉദ്ധവൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. അങ്ങനെ അളകനന്ദയിലേക്ക് ബദരി ആശ്രമത്തിലേക്ക് ഉദ്ധവൻ ഭഗവാൻ കൊടുത്തതായിട്ടുള്ള മെതിയടി ഇതും പറഞ്ഞു. നല്ലൊരു മെതിയടി കൊടുത്തപ്പോൾ പറഞ്ഞു, ഭഗവാനെ ഇത് എനിക്ക് തന്നു, പക്ഷേ പലർക്കും ഭഗവാനെ ഓർക്കണം എന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ആശ്രയം?
എല്ലാവർക്കും മെതിയടി കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ആകെ 2 മെതിയടിയല്ലേ ഉള്ളൂ. അങ്ങനെയാണ് അത്രയും ഒരു ഭാഗവതമായിട്ടാണ് മാറി. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേജുകളോ ഓലകളോ അല്ല, അത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ ഈ ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള സ്വരൂപമാണ്. അത് പറയുമ്പോൾ എനിക്ക് ലേശം വികാരാധീനത ഉണ്ടാവും. കാരണം എന്നെ രക്ഷിച്ചതും ഇപ്പോൾ കൊണ്ടു നടത്തുന്നതും ആ ഭാഗവതം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അവിടെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ വിഹി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം അതെന്നറിയില്ല. ഭഗവാന്റെ പൂർണ്ണ ശക്തിയും തേജസ്സും നിറഞ്ഞതാണ് ശ്രീമദ് ഭാഗവതം. അത് ഭാഗവതം അനുഭവിച്ചവർക്കൊക്കെ അറിയാം. ഏത് വാക്കുകൊണ്ട് അതിനെ പറയണമെന്നറിയില്ല. അങ്ങനൊരു സംഗതിയാണത്. ഇങ്ങനെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. അനവധി ഗ്രന്ഥങ്ങളുണ്ട്. നമുക്ക് ഇതൊന്നും അല്ല ഭാഗവതം. മുന്നേ അനുഭവം എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയെ വിഹി എന്ന് പറയാനുള്ള കാരണം ഭഗവാന്റെ പൂർണ്ണ ശക്തി അതിൽ ആവാഹിച്ചിട്ട് ഉദ്ധവനാണ് കൊടുത്തു. ഇത് ആരൊക്കെ അത് വായിക്കണോ അവർക്കൊക്കെ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവും ഉദ്ധവ. ഇത് എൻ്റെ പൂർണ്ണ ശക്തിയുള്ള ഗ്രന്ഥമാണ്. അങ്ങനെ ഭഗവാൻ ഒരു ഗ്രന്ഥത്തിന് പദവി കൊടുത്തിട്ടില്ല കേട്ടോ, സ്റ്റാറ്റസ്. അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിന് ഇത്ര അധികം അല്ലേ. എപ്പോഴും നോക്കൂ, ഭാഗവത സപ്താഹല്ലേ അധികം നടക്കണം. വാത്മീരാമായണം, ശിവപുരാണം, ദേവീഭാഗവതം എല്ലാം നല്ലതാണ് കേട്ടോ, എല്ലാം നല്ലതാണ്. ഒക്കെ മനുഷ്യ രാശിക്ക് നല്ലതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏതാവും? ഭാഗവത സപ്താഹമാണ്. അപ്പോൾ കലിയുഗത്തിൽ ഇത് കൊടികുത്തി അതിൻ്റെ വെന്നിക്കൊടി, വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചു കൊണ്ട് സഞ്ചരിക്കാനുള്ള കാരണം അത് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ശക്തിയുള്ളത് കൊണ്ടാണ്. അത് തലയിൽ വെച്ചിട്ടാണ് ഉത്തവൻ ബദരിയാശ്രമത്തിലേക്ക് അങ്ങനെ കൃഷ്ണ 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 എന്നും പറഞ്ഞ് അങ്ങനെ സഞ്ചരിച്ചു പോയി. മൈത്രേയ മഹർഷിയെടുത്ത് പോയാൽ എനിക്ക് തന്ന ഉപദേശങ്ങളൊക്കെ അറിയാം എന്ന് ഉദ്ധവൻ പറഞ്ഞതനുസരിച്ച് മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ വിതുരൻ. അദ്ദേഹത്തിൽ നിന്ന് ചില തത്വഭാഗങ്ങൾ, പ്രധാനപ്പെട്ടതായ ലോകതത്വങ്ങളൊക്കെ ഗ്രഹിക്കുന്നതായിട്ടാണ് ഇനി അടുത്തതായിട്ടുള്ള ഭാഗം. അത് നമുക്ക് വേറൊരു ഭാഗത്താവാം. നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.